ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പേപ്പർ റൂം. ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നുമില്ല. മെയിനായിട്ട് പടത്തിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ഷോ എന്തായാലും 11:15 രാവിലെ. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ആനിമേ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ഓൾറെഡി റെഡിയായിട്ട് എൻ്റെ റൂമിൽ വന്നിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ പയ്യെ എൻ്റെ റൂംമേറ്റ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചൊക്കെയാണ് പയ്യെ റെഡിയായത്. കാരണം ടൈം ഉണ്ടായിരുന്നു, ഒത്തിരി ലേറ്റൊന്നും ആയില്ലായിരുന്നു. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. എന്താണെന്നറിയില്ല, ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടി. യൂഷ്വലി ഇച്ചിരി നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ബസ്സൊക്കെ കിട്ടാറ്. കറക്റ്റ് ഞങ്ങൾ ചെന്നിറങ്ങിയതും ഞങ്ങൾ വന്ന ബസ്സും ഫ്രണ്ടിലുള്ളൊരു വണ്ടിയിലത്തെ ആൾക്കാരുമായിട്ട് എന്തോ ഒരു വഴക്കായി. ഡ്രൈവറും പുറത്ത് കുറേ ചേട്ടന്മാരും തമ്മിൽ അവിടെ ഭയങ്കര അടിപിടിയൊക്കെ ആയിരുന്നു. അടിയെന്ന് വെച്ചാൽ വാക്കുകൊണ്ടുള്ള അടിയാണ്. ഈ RD സിനിമാസ് പറഞ്ഞ തിയേറ്ററിലാണ് ഞങ്ങൾ പടം കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഏത് പടമാണ് കാണാൻ വന്നതെന്ന് വെച്ചാൽ സൂര്യയുടെ പുതിയ പടം കാണാനാണ് വന്നത്, വിശ്വനാഥ് ആൻഡ് സൺസ്. ആ തിയേറ്ററിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നേ. ഞങ്ങൾ ആക്ച്വലി ഇച്ചിരി നേരത്തെ എത്തിയേ. അപ്പോൾ പുറത്തുനിന്ന് പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കഴിച്ചു. വേറെ സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ല, കാരണം അവിടെ അങ്ങനെ പോപ്കോൺ അല്ലാതെ ചിപ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ തക്കാളി മുറുക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, പോപ്കോൺ മാത്രം എടുത്തിട്ട് വന്നു. അങ്ങനെ പടമൊക്കെ കണ്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴേക്കും താഴത്തെ കടയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഓണത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ തൂക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് എടുത്തിട്ട് തിരിച്ചു പോവുക. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോകാനുള്ള പ്ലാൻ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഇറങ്ങിയത് ഈ വിശാൽ മാർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതവിടെ പുതിയതായിട്ട് വന്ന എന്തോ ഒരു കടയാണ്. അപ്പം എങ്ങനെ സംഭവങ്ങൾ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറി. പക്ഷേ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. അവിടെ ഈ സ്റ്റേഷനറി സെക്ഷനിൽ നിന്ന് ഇങ്ങനെ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ഷീറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് ബാഗും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്തോ വിട്ടുപോയി. ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നേ പോയി പെട്ടെന്ന്. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഓൾറെഡി നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു, കാരണം ലഞ്ച് കഴിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു, വൈകുന്നേരം ആവാനായി. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു. ഇത് ആക്ച്വലി വലിയ രസമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച ഹോട്ടൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു സ്റ്റുഡിയോ. അപ്പം സ്റ്റുഡിയോയിലൊന്ന് കയറാമെന്ന് ഓർത്തു. ഒന്നും വാങ്ങിക്കാൻ വേണ്ടി കയറിയതൊന്നും അല്ല ആക്ച്വലി, പക്ഷേ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തോ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അപ്പം നല്ല ഡിസ്കൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.